ഞാനൊരു ചോദ്യം ചോദിക്കും, ശക്തമായി സ്വരത്തിൽ നിങ്ങൾ പറയണം. ഇതൊരു നിർണായക ചോദ്യമാണ്, നല്ല ഊർജ്ജസ്വലതാണ്. ഇനി നിങ്ങൾക്ക് തേർഡ് ഐ ക്ലാസിന്റെ ആവശ്യം ഉണ്ടോ? പോരാ, സൗണ്ട് പോരാ. ഉണ്ടോ? സൗണ്ട് പോരാ. ഉണ്ടോ? എപ്പോ വേണം? ഉടനെ. എപ്പോൾ വേണം? ഉടനെ വേണം. ഓക്കെ. തേർഡ് ഐ ക്ലാസിന്റെ നമ്മൾ പലതും കുറ്റം പറയും. വടക്കേ ഇന്ത്യയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ ഒരു ഗുരുവിനെ എപ്പോഴും കുറ്റം പറയാം. പുള്ളിയുടെ അസുഖം ആക്സൈറ്റി ആയിരുന്നു, മരണഭയം. ഞാൻ പറഞ്ഞു, എടാ നീ ഗുരുവിനെ ഇപ്പോഴും കുറ്റം പറയണം, എന്നിട്ട് നീ അതേ മെഡിറ്റേഷൻ ചെയ്യാം. ആ ഗുരു പഠിപ്പിച്ച മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഗുരുവിനെ കുറ്റം പറയണം. ആ മെഡിറ്റേഷൻ ചെയ്ത് ധൈര്യം കിട്ടിക്കഴിഞ്ഞ് ഗുരുവിനെ കുറ്റം പറയണം. ഇതാണ് അവസ്ഥ. മലയാളിയെ അതീന്ദ്രിയം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻലൈറ്റഡ് ആവാൻ അത്ര ബുദ്ധിമുട്ടില്ല ഒരാൾക്ക്. പറഞ്ഞ കേട്ടോ, കാരണം അത്രയ്ക്ക് കട്ടിയാണ് ഈ സബ്ജക്ട്. എങ്ങും ഒതുങ്ങില്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഇത് ചില്ലറ സബ്ജക്റ്റും അല്ല. അതൊരു സാധാരണക്കാരനെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വൺ ഡേ ആക്കി മാറ്റിയത്. ശരിക്കും ഇത് 30 വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് നിങ്ങളെ പഠിപ്പിച്ചത്. 30 കൊല്ലം എന്റെ കൂടെ നടന്ന് ഗുരു ശിഷ്യ ബന്ധത്തിൽ ഗുരുകുല രീതിയിൽ കൈ പിടിച്ച് പരീക്ഷണം നിരീക്ഷണം കഴിഞ്ഞ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോവും, അല്ലെങ്കിൽ എല്ലാ അസ്തിത്വവും പോവും. അങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്ട് മോഡേൺ യുഗത്തിൽ ഒരു AI സ്റ്റൈൽ, ശരിക്കും പറഞ്ഞ ഒരു ബ്രോ സ്റ്റൈലിൽ ദൈനംദിന ജീവിതത്തിലേക്ക് എന്തും കഴിക്കാം, എവിടെയും പൊക്കോ, എന്തും എൻജോയ്മെന്റ് ചെയ്തോ, ആ രീതിയിൽ ക്യാപ്സൂൾ ആക്കി അതിന്റെ അൺനെസസറി ആവശ്യമില്ലാത്ത ചപ്പ് ചവറുകളൊക്കെ മാറ്റി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പാകത്തിനാണ് ഓരോ വിദ്യയും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ചില ക്ലാസ്സിലൊക്കെ 120 വിദ്യകളോളം തന്നിട്ടുണ്ട് അല്ലെ. വിജ്ഞാൻ ഭൈരവ തന്ത്ര 112 വിദ്യയിൽ ഒരു വിദ്യ പറയുന്നുണ്ട്, നീ പ്രാണന്റെ 2 അറ്റവും നീ തിരിച്ചറിയും. ഈ പ്രാണന്റെ 2 അറ്റവും തിരിച്ചറിയുന്നതിന് അവൻ ഒരു ജന്മം ജീവിച്ചാലും തിരിച്ചറിയില്ലെന്ന് അറിയില്ല. കാരണം എന്താണ്? അവിടെ മൈൻഡ് വർക്ക് ചെയ്യും. നിങ്ങളുടെ പ്രാണശ്വാസം വന്നിട്ട് എവിടുന്ന് തിരിയുന്നു, പ്രാണശ്വാസം ഉള്ളിലേക്ക് വന്നതിന് ശേഷം, കഴിഞ്ഞ ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു, എവിടുന്ന് തിരിയുന്നു ആ പോയിന്റിന് നീ തിരിച്ചറിയുക. മൈൻഡ് വർക്ക് ചെയ്യാതെ, മൈൻഡ് വർക്ക് ചെയ്താൽ വീണ്ടും മനസ്സായിരിക്കും. അതിന് ഒരു പക്ഷേ വർഷങ്ങളോളം എടുത്തേക്കും. അത് കഴിഞ്ഞ് ശ്വാസം പുറത്തേക്ക് പോയി വീണ്ടും റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഒരു ശ്വാസം തന്നെയാണ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നവജാത ശിശുവിൽ നിന്ന് തുടങ്ങുന്ന ശ്വാസം മരണം വരെ ഒരു ശ്വാസം തന്നെ. അതിന്റെ ദൈർഘ്യം കൂടുതൽ കുറയുകയൊക്കെ ചെയ്യുന്നു. ഉത്തരവാദിത്തങ്ങൾ കൂടുതലും, അതായത് വലുതാവുന്നവരും. ആ അറ്റത്തെയും കൂടി തിരിച്ചറിയൂ, പുറത്തുള്ള അറ്റത്തെയും കൂടി. അത് ശൂന്യതയാണ്, മറ്റത് ശരീരത്തിനുള്ളിലും. ഈ 2 അറ്റവും തിരിച്ചറിയാൻ 10 ജന്മം എടുത്താലും അസാധ്യമാണ്. കാരണം എന്താണ്? മൈൻഡ് ചലിച്ചുകൊണ്ടേയിരിക്കും. ഇത് എവിടെ ഇട്ട് പിടിക്കും, എവിടുന്നാ തിരിയണത്, നമ്മളായിട്ട് തിരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 അറ്റങ്ങളെയും ഒരേ രീതിയിൽ തിരിച്ചറിയാൻ പാകത്തിന് അതിനിഗൂഢതയേറിയ വിദ്യയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വിജ്ഞാൻ ഭൈരവ തന്ത്ര പോലും അത് പരിചയപ്പെടുത്തിയിട്ടില്ല. ഓർത്തു വെച്ചോളാം. 2 അറ്റങ്ങളെയും, അതായത് നിങ്ങൾ ഒരു വലിയ ഒരു വാഹനക്കൂട്ടം, അതിന് ഓരോന്നിനെ നിരീക്ഷിക്കേണ്ടി വന്നാൽ അതിന്റെ ഇടയ്ക്ക് കയറുന്ന സാധ്യമാണോ? അല്ല, ഒന്ന് മാറി നിൽക്കേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ ബ്രീത്ത് കടന്നു വന്ന ഒരു പാതയുണ്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രാണവായു കടന്നു വന്ന അതേ എനർജി പോയിന്റിൽ നിന്നിട്ട് ഇതിനെ നിരീക്ഷിക്കും. ബ്രീത്തിന്റെ ദുർബലത എന്താണ്? ബ്രീത്തിന്റെ ദുർബലത, നിങ്ങൾ അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നതോടുകൂടി അത് മന്ദഗതിയിലാവും. അത് പ്രസന്റിലേക്കാവും. നിങ്ങളുടെ മനസ്സിനെ കൊട്ടിയടച്ച് പ്രസന്റിലേക്ക് കൊണ്ടുവരും. അത് മന്ദഗതിയിലാവും. അതിന്റെ ദൈർഘ്യം കുറഞ്ഞ് 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 വർഷങ്ങൾ കഴിയുമ്പോൾ നവജാത ശിശുവിന്റെ ശ്വാസം മൂക്കിൽ തന്നെയാണ്, പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അത് എൻലൈറ്റഡ് ആണ്. പക്ഷെ ലോജിക് മൈൻഡില്ല. ഈ സിദ്ധികൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ടാണ് നവജാത ശിശുവിന്റെ പ്രത്യേകത. അതേ രീതിയിലായി മാറും, പ്രസന്റ് ആയി തീരും. നമുക്ക് അറേഞ്ച് ചെയ്തതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ആയുസ് കൂടാൻ തുടങ്ങും. അപ്പൊ ഈ ബ്രീത്ത് കൂടുന്നവരും ആയുസ് കുറയും. ബ്രീത്തിന്റെ ദൈർഘ്യം കൂടിയാൽ ആയുസ് കുറയും, ദൈർഘ്യം കുറയുന്നവരും ആയുസ് കൂടും. അതിനുള്ള മാർഗം എന്താണ്? ഈ വിദ്യ അഭ്യസിക്കുക, അതിന്റെ ഏകാഗ്രത കൊടുത്ത് നിരീക്ഷിച്ചിരിക്കുക. ഡെയിലി 1/2 മണിക്കൂർ 1 മണിക്കൂർ, എന്നിട്ട് ദൈനംദിന ജീവിതത്തിലേക്ക് ഇറങ്ങുക. ഒരു പ്രശ്നം വരില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും. നമുക്ക് എപ്പോഴും പ്രസന്റ് ആയിരിക്കും. എല്ലാ അസുഖങ്ങളും ശരീരത്തിൽ നിന്നും വിട്ടുമാറാൻ തുടങ്ങും. പല അസുഖങ്ങളും വേരോടുകൂടി പോകും. അപ്പൊ ദീക്ഷ എടുക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് പറയാൻ കാരണം എന്താണ്? അറ്റ്യൂൺമെന്റ്. ചൈനീസിലെ കേൾക്കാം, എനർജി അറ്റ്യൂൺമെന്റ്, ചീക്കുങ് എനർജി അറ്റ്യൂൺമെന്റ്, ചൈനീസ് കൊറിയൻ ഭാഷകളിലൊക്കെ. ഇന്ത്യയിലത് ദീക്ഷ എന്ന് പറയുന്നത്. കാരണം ഒരാൾ ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല, ലോക വിവരമില്ല, അവനവന്റെ മതത്തിന്റെ വിവരമില്ല, ഒരു ഗ്രന്ഥവും വായിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, തിന്നു കുടിച്ചെങ്ങനെ ജീവിച്ചു പോകണോ, അങ്ങനെയുള്ള ഒരാളെ പഠിപ്പിക്കാൻ നേരത്ത് അവന്റെ ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പ് നടത്തണം. കാരണം എന്താണ്? കൈകാര്യം ചെയ്യുന്ന ഊർജത്തെയാണ്. സ്വയം പൊട്ടിത്തെറിക്കുന്ന ബോംബായി മാറിക്കും.
തോട്ട്സ് എല്ലാം മാറി മറിഞ്ഞത്. ഇത് ചൊല്ലി ചോദിക്കാൻ പറ്റിയ ഒരു ഗുരു ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് ദീക്ഷ എന്നുള്ള ആ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. എന്നിട്ട് ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ പഠിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെയാണ്, ചപ്പ് ചവറ് കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യകളാണ് ഓരോ ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, വണ്ണം കുറയ്ക്കുക, വെറുതെ ഒന്ന് അടിച്ചേച്ച മതില്ല, തടി കുറയ്ക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഒരു ജന്മം ഇരുന്ന് തീരാൻ സോഷ്യൽ മീഡിയയിൽ തീരുവോ? കണ്ടു തീരുവോ? ഇല്ല. എന്നിട്ട് വണ്ണം കുറയുന്നുണ്ടോ വല്ലവരുടെ? അപ്പൊ ഞാനൊരു ഷുഗറിന്റെ ക്ലിപ്പ് ഉടനടി ഒരു വീഡിയോ വരുന്നുണ്ട്. ഒരു മരുന്നും കഴിക്കാതെ സുഖമായിട്ട് മധുരമൊക്കെ കഴിച്ച് ജീവിക്കാം, ഷുഗർ ഒരിക്കലും വരില്ല. അങ്ങനെയുള്ള ഒരു രഹസ്യ വിദ്യ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അത് വരാൻ പോകുന്ന വീഡിയോയിലാണ്. എല്ലാം ഒന്ന് കീഴ്മേൽ മറി, അത് മാത്രം ചെയ്താൽ മതി. എത്ര പായസം കുടിച്ചോ എന്തും കുടിച്ചോ. പക്ഷെ അത് കണ്ടിട്ട് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരെ ഇൻസുലിൻ നിർത്തിയേക്കരുത്. അവിടെയാണ് ഈ കുഴപ്പം മുഴുവൻ. വിദ്യ പ്രാക്ടീസ് ചെയ്തിട്ട് മരുന്നെല്ലാം നിർത്തും. അങ്ങനെ ഒരിക്കലും പാടില്ല. അലോപ്പതിനെ നമ്മൾ കുറ്റം പറയരുത് ഒരിക്കലും, അതൊക്കെ തെറ്റാണ്. എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഇപ്പൊ ഒരു അസുഖം വന്നു, അത് വച്ചുകൊണ്ടിരിക്കരുത്, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. തേടയും ഒക്കെ ഉണ്ട്, ധ്യാനമുറയുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഭൗതികത്തിൽ അവഗണിക്കരുത്, ഒന്നും തന്നെ. അതിന്റെ കൂടെ അങ്ങോട്ട് പോവുക. ഏതെങ്കിലും വിധേന അത് മാറിക്കണം. ആ രീതിയിലെ തോട്ട്സ് സെറ്റ് ചെയ്യാവുള്ളൂ. അലോപ്പതി ചെന്നു, അർജന്റായ ഒരു അസുഖമാണ്, വച്ചുകൊണ്ടിരുന്നാൽ ഡേഞ്ചറാണ്. അപ്പൊ അതിന് അലോപ്പതിയിലെ മാർഗമുള്ളൂ. അവിടെയുള്ള ഉപകരണം, ചെക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ, റിസർച്ച് കാര്യങ്ങൾ അവിടെയാണ്. അലോപ്പതിയിൽ തന്നെ അവർ പറയും ഇത് ഇവിടെ വച്ചുകൊണ്ടിരിക്കരുത്, ആയുർവേദത്തിൽ പോകണ്ടാവും, രോഗമാണ്. ആയുർവേദത്തിൽ ചെന്നില്ലെങ്കിൽ ഇത് മാറില്ല, അപകടം വരും. അപ്പൊ ഓട്ടോമാറ്റിക് ആയുർവേദത്തിൽ പോവാം. ആയുർവേദക്കാരൻ പറയും ഇത് ഹോമിയോയിലേ മാർഗമുള്ളൂ, ഇത് അപകടമാണ്. ഹോമിയോ, ആയുർവേദം, അലോപ്പതി മൂന്നും കൈപൊക്കി രക്ഷയില്ല. അപ്പൊ ഇനി ആരാണ്? ആൾട്ടർനേറ്റീവ് തെറാപ്പി ആയിരക്കണക്കിന് ഉണ്ടല്ലേ. ഈ ജാമ, അക്യുപഞ്ചർ, അക്യുപ്രഷർ, വൺ ടച്ച് തെറാപ്പി, മർമ്മം, അത് ഇത്, മെഡിറ്റേഷൻ, 100,000 പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള തെറാപ്പികൾ. അപ്പോൾ ഏതെങ്കിലും ഒരു അത്ഭുതം നടക്കണം. അത്ഭുതം കാണിക്കുന്ന ആരെങ്കിലും വേണം, എനർജി ഹീലിങ്ങോ കാര്യങ്ങളൊക്കെ. അപ്പോ അസുഖം മാറ്റുക എന്നുള്ളതാണ് മെയിൻ സംഭവം അവിടെ. ഏതെങ്കിലും വിധേന അസുഖം മാറി കിട്ടിയ മതി. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒന്നിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുന്നത് ഒരു പച്ചില കഴിച്ചിട്ടായിരിക്കും. ഇത്രയും മരുന്ന് കഴിച്ചിട്ട് അയാളെ രക്ഷിക്കാൻ പറ്റിയില്ല. ഒന്ന് ഓർക്കുക, ഈ ഭൂമിയിൽ ആർക്കും ആരെ സഹായിക്കാൻ പറ്റില്ല. ഒരാളുടെ കാലിൽ ചെന്ന് വീഴരുത്. ഒരു കബഡി നടത്തുന്ന ആളുടെ പ്രവചനക്കാരന്റെ, കൈനോട്ടക്കാരന്റെ ഒന്നും ചെന്ന് വീഴരുത്. തേടയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളും പ്രപഞ്ചവും. പിന്നെ ഒരാളുടെ ആവശ്യമില്ല. മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. അത് ദുർബലരാക്കും നിങ്ങളെ. ഒരാളുടെ കാലിൽ ചെന്ന് വേണ്ട എന്നെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളാണ് നിങ്ങളുടെ നിലനിൽപ്പിന്റെ അവസാന സൂത്രവാക്യം. നിങ്ങളുടെ ബോധം തീയാണോ, ഒരു ശക്തിക്ക് നിങ്ങളെ തൊടാൻ പറ്റൂല. നിങ്ങളായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ രാജാവും രാജ്ഞിയും ഒക്കെ. പക്ഷെ ഇവിടെ എന്താ ചിന്തിച്ചു കൂട്ടിയേക്കണേ? ഇല്ലായ്മ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ആവലാതികൾ, അതാണ് കാണുന്നത് മൊത്തം, പറയുന്നത് അത് തന്നെയാണ് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു ദിവസം, ഇന്നത്തെ ദിവസം ഒരു കാര്യമെങ്കിലും പോസിറ്റീവ് പറഞ്ഞ ആൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞ ന്യൂസുകൾ വരും. ഈ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോൾ വന്നു രാത്രി 1:30. ഞാനത് എടുത്തു. മരണവാർത്ത അറിയിക്കാനോ വിളിക്കുന്നത്, ICUലാണ് ആരെങ്കിലും. ഇങ്ങനെയുള്ള ഈ രാത്രി വന്ന കോളൊക്കെ ഇതാണ്. എന്റെ സന്തോഷം അറിയിക്കാനാ മാസ്റ്റർ ഞാൻ വിളിച്ചത് രാത്രി 1:30. എനിക്ക് PGയിൽ റാങ്ക് കിട്ടി. MBBS കഴിഞ്ഞു, MDയിൽ റാങ്ക് കിട്ടി. ഞാൻ പറഞ്ഞത് നേരെ ഒന്ന് വെളുത്തിട്ടായാലും മതിയാർന്നു. ഇല്ല, എനിക്ക് പിടിച്ചു കെട്ടാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല വിഭ്രാന്തി, ഈ അതീന്ദ്രിയത്തിലേക്ക് വന്ന ആൾക്കാർ സകല കയറും പൊട്ടിച്ചിട്ടായിരിക്കും ഇതിലേക്ക് വന്നത്. ഒരു 100 കണക്കിന് വിദ്യ അവിടെ ഇവിടെയൊക്കെ പോയി കുടുംബമില്ല, എല്ലാം നഷ്ടപ്പെട്ട് കണ്ണോ അടച്ചിരുന്ന് എല്ലാം മറന്ന അവസാനം ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചേക്കാം. ഇവിടെ വരുമ്പോൾ ട്രസ്റ്റ് ആയിരിക്കും മുന്നിൽ കാണുന്നത്. പിന്നെ അവരുമായിട്ടാണ് യുദ്ധം മുഴുവൻ. കാരണം അത് വേറൊരു തലമാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മൾക്ക് ഗുണം കിട്ടുമ്പോൾ അത് അനുഭവമാണ്. അത് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതോ ഒരാളോട് ചോദിച്ചറിയേണ്ടതോ ഒന്നുമല്ല. നമ്മുടെ അനുഭവം നമ്മുടെ ഉള്ളിൽ വേണമെങ്കിൽ പഠിച്ചാൽ മതി. അതായത് എന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, മരിക്കാൻ പോവാണ് ഒരുത്തൻ, എന്നാ പിടിച്ചോളൂ, രക്ഷപ്പെട്ടോളൂ. ഇനി നിനക്ക് രണ്ടാമത് എന്റെ ഒരു കൺസെപ്റ്റ് ഇല്ല. രക്ഷപ്പെടേണ്ട ഞാൻ തന്നിട്ട് രക്ഷപ്പെട്ടോളൂ, അല്ലെങ്കിൽ നീ ബോഡിയിൽ പൊക്കോളൂ, എനിക്ക് പ്രശ്നമില്ല. ആ ഒരു രീതിയിലാണ് പരിചയപ്പെടുന്നത്. കാരണം നമ്മളൊരു യുഗം മുഴുവൻ ഹിമാലയൻ, ടിബറ്റൻ, കാശ്മീരിലെ സൂഫികൾ, ഹിമാലയൻ വാലീസിലെ, ഹിമാലയൻ ചൈന മുതൽ ഇങ്ങനെ കിടക്കാണ്. ടിബറ്റ്, സിക്കിം, അങ്ങനെ വിശാലമായിട്ട് കിടക്കാണ്. അഘോരി സ്വാമികൾ, നാഗസന്യാസിമാർ, സൂഫി വര്യന്മാർ, മറ്റുള്ള യോഗികൾ, സിദ്ധന്മാർ, ബുദ്ധിസ്റ്റുകൾ, ഇവരിൽ നിന്നെല്ലാം ഒരു കാലഘട്ടം മുഴുവൻ പഠിച്ചതിന്റെ ക്രീമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് ഞാൻ ഒന്നിനും വേണ്ടി മാറ്റിവെച്ചില്ല, ജീവിതത്തിന്റെ കൂടെയാണ് കൊണ്ടുപോയിരുന്നത്. ഇപ്പോഴും അത് തന്നെ. ഒരു സിനിമ കാണണമെന്ന് വെച്ചാൽ കാണാം. ആൾക്കാർക്ക് അത്ഭുതം തോന്നുന്നു, ഇതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റണത്. അങ്ങനെ തന്നെ നിങ്ങൾ ഡീൽ ചെയ്യണം. ജീവിതത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല പഠിപ്പിക്കുന്നത്. ഉത്തരവാദിത്തം നിർവഹിക്കുക, അപ്പോഴാണ് അത് ലൈഫായി മാറണേ. പണം വരും, വന്നോളും. പണം ഇല്ലാന്ന് ഓർത്ത് എല്ലാവരും വെടിവെച്ച് കൊല്ലുന്നുണ്ട് അല്ലെ. 10 ലക്ഷം രൂപ കടം, ഒരാൾ വന്ന് വെടിവെച്ച് കൊല്ലുന്നുണ്ടോ? നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കടമാണ്, എന്ത് ചെയ്യാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ്. ആരെങ്കിലും എവിടെയും പറഞ്ഞു കേട്ടോ, പണമില്ല, എടുത്തുകൊണ്ട് പൊക്കോളൂ, എടുത്തിരിക്കുന്ന ഡ്രസ്സും കൊണ്ടോക്കോളൂ.
ഇന്നലെ നാളെ അയാൾക്ക് മതിയാവും അല്ലെ? എന്തിനാ ഈ ഈ സൂയിസൈഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മരിക്കാൻ പോകുന്നത്, പെട്ടെന്ന് മരിച്ചോളൂ. ഇവിടെ വലിയ വലിയ VIP മരിച്ചിട്ട് തിരിഞ്ഞു നോക്കല്ല, അത്രയും നന്നായി ഇനി ഇവിടുന്ന് പോയി അത്രയും സമാധാനം എന്ന് പറയുള്ളൂ. ഇവിടെ മരിക്കാനല്ല വന്നേക്കാം. യൂണിവേഴ്സ് എടുക്കുമ്പോൾ എടുത്തോട്ടെ, ജീവന്റെ തരിയുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേക്കുക, തീയായിട്ട് ജീവിക്കുക. അത് ഞാൻ എപ്പോഴും പഠിപ്പിക്കണം. മൈൻഡ് ആ രീതിയിൽ നല്ല ഉജ്ജ്വലമാക്കി വയ്ക്കുക. അത് മെഡിറ്റേഷൻ ചെയ്താലേ സാധ്യമാവുള്ളൂ. അതിനുള്ള അറ്റ കൈയാണ് തന്നേക്കണം. 2011 2016 ട്രിവാൻഡ്രത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നിഷ മാഡത്തിനൊക്കെ നന്നായിട്ട് അറിയാം. കാലഘട്ടത്തിലെ സ്റ്റുഡന്റ് ആണ് ഇരിക്കുന്ന, പഴയ കോമൺ സ്റ്റുഡന്റ് ആണ് നിഷ മാഡം ഒക്കെ. ദുബായ് ഷിപ്പിംഗ് MD വന്നു. അന്ന് ബിബിൻ രാജ് എന്ന് പറയുന്ന കോർഡിനേറ്റർ ആണ്. ഇവിടെ ക്ലാസ് ഉണ്ടാവാൻ തന്നെ ഒരു കാരണം. ഞാൻ 2 മാസം ഇരുന്ന് ആലോചിച്ചു, ഈ 30 കൊല്ലത്തെ സംഭവം എങ്ങനെ ഒരു മലയാളിയെ രക്ഷപ്പെടുത്താൻ പറ്റും? ഒരു മലയാളിക്ക് ഒരു ദിവസം കൂടുതൽ ചിന്തിക്കാൻ പറ്റില്ല. വന്നിരുന്ന എന്റെ ബസ് പോവാറായി, 5 മണിയായി, ഇങ്ങനെ 100,000 പ്രശ്നമാണ്. എങ്ങനെ അവന് കൊടുക്കാൻ പറ്റും? ഇവൻ എങ്ങനെ മാറും? വൈകുന്നേരത്തിനകം ഇവൻ അടിമുടി മാറണം. ഇവനിലേക്ക് പണം വരണം, കോടിക്കണക്കിന് രൂപ ഇവനിലേക്ക് വരെയും ചെയ്യണം, ആണായാലും പെണ്ണായാലും. രണ്ടാമത് എന്റെ അടുത്ത് റോൾസ് റോയ്സ് കാറായിട്ടായിരിക്കും ആ വ്യക്തി വരണ്ടേ. ആ ഒരു തീരുമാനമാണ് തേടൈ ദീക്ഷയിൽ കൊണ്ടത് കലാശിച്ചത്. അല്ലെങ്കിൽ 12 വർഷം കൊണ്ട് കൊടുക്കേണ്ട ദീക്ഷയാണ് ഈ തേടൈ ദീക്ഷ. ഹിമാലയത്തിൽ നിങ്ങൾ പണക്കെട്ടുമായിട്ട് പോയാലും തരില്ല. കാരണം എന്താ? ഇത് പഠിച്ച പണത്തിനൊക്കെ സൃഷ്ടിക്കാം. ശ്രീകൃഷ്ണൻ വിരലിൽ സുദർശന ചക്രം കറക്കിയതുപോലെ പ്രപഞ്ചം മുഴുവൻ വിരലിൽ കിടന്ന് കറക്കും. അതിനും മാത്രമുള്ള പവർ സൃഷ്ടാവ് നിങ്ങളിൽ തന്നിട്ടുണ്ട്, അതായത് പ്രപഞ്ചം. പക്ഷെ നമ്മൾ ഓടി നടക്കാണ്, ഇല്ലായ്മ ദുഃഖങ്ങൾ. അപ്പൊ എന്ത് പറ്റും? ഊർജം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തേടയിൽ നിന്നും പീനിയൽ ഗ്ലാൻഡിൽ നിന്നും ഊർജം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സയൻസ് അത് പിടിച്ചം കിട്ടിയിട്ടില്ല. അപ്പൊ AI ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ഊർജത്തെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 5% പോലും കാണാൻ പറ്റിയിട്ടില്ലെന്ന് സയൻസിന് പറഞ്ഞോ. ഒരു ഗ്രഹത്തിൽ നിന്ന് ഒരു ഗ്രഹത്തിലേക്കുള്ള ദൂരം പോലും 9 ലൈറ്റ് ഇയർ. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അത്രയും ട്രില്യൺ കണക്കിന് കിലോമീറ്റർ ആണ്. 1 ട്രില്യൺ 1 ലക്ഷം കോടി. അത് അളക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ പിന്നെ ഈ പ്രപഞ്ചത്ത് പറഞ്ഞാൽ എന്തായിരിക്കും? അനന്തമാണ്, ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ആ ഒരു നിലയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ ജീവിക്കാൻ സുഖമായിരിക്കും. അതാരും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല അല്ലെ? കണ്ണടച്ചിരുന്നോളൂ, ദൈവത്തിനെ തപ്പിക്കോളൂ, പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ എന്ത് പറ്റി? അതിന്റെ പരിണതഫലം കുടുംബമില്ല, പാർപ്പിടമില്ല, വസ്ത്രമില്ല, ജോലിയില്ല, പണമില്ല, നിർജീവ വസ്തുവായിട്ട്, ജഡവസ്തുവായിട്ടിരുന്നു. അതിനുള്ള കാരണം എന്താണ്? ഈ കിട്ടിയ പവറിന് നിങ്ങൾ ഉപയോഗിച്ചില്ല. ഈ കിട്ടിയ പവറിന് എവിടെയൊക്കെ ഉപയോഗിക്കണമായിരുന്നു? നിങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതിനെ ഉപയോഗിക്കണമായിരുന്നു. അത് ഉപയോഗിച്ചില്ല. അത് പറഞ്ഞു കൊടുക്കാൻ ഗുരുക്കന്മാരുണ്ടായില്ല. ഗുരു പണം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിച്ചു പോയി. ശിഷ്യൻ പിച്ചക്കാരനുമായിട്ട് തേരാപ്പാര നടന്നു, പലതും മറന്നുപോയി. അവസാനമായി ഇപ്പൊ ഇനി ഓരോരുത്തർ വന്നേക്കാണ്, എനിക്ക് വിവാഹം കഴിക്കുന്ന 60 വയസ്സായി. മാട്രിമോണിയൽ സെക്ഷനൊക്കെ ഓപ്പൺ ചെയ്തു അന്ന് ആ കാലഘട്ടത്തിൽ. അപ്പൊ എന്ന് പറയും പോലെയാണ്. അപ്പൊ നമ്മള് അതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കി നടക്കില്ല. അപ്പൊ മൈൻഡ് ഒന്ന് നിന്ന് തന്നാലാണ് അതൊക്കെ പ്രാക്ടീസ് ആവാൻ പറ്റുള്ളൂ അല്ലെ? മൂഡ് ഔട്ടായ എന്തെങ്കിലും നടക്കുമോ? ഇല്ലല്ലോ. അപ്പൊ മനസ്സ് സജ്ജമാണെങ്കിൽ എന്തും ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ മലയാളി എപ്പോഴും അത്ഭുതങ്ങളുടെ പുറകെയാണ്. ഈ അടുത്ത ദിവസം ഒരു പിക്ചർ ഇറങ്ങി, ഒരു മൂവി, ഗോഡ് ടു സീ ഗ്രേറ്റോ. ആ പടത്തിന്റെ പേര് ദൈവം നിങ്ങൾ ഭയങ്കര ഗ്രേറ്റ് ആവുന്നു. അതാണ് ഹിന്ദി മൂവിയാണ്. അമിതാഭ് ബച്ചനാണ് അതിലെ ദൈവം. അതിന് സൽമാൻ ഖാൻ ആവുലാതിപ്പെടുന്ന ഒരു മനുഷ്യനാണ്. സൽമാൻ ഖാൻ ദൈവത്തിനെ കുറ്റം പറയാണ്. അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ദൈവം പറഞ്ഞു, അമിതാഭ് ബച്ചൻ പറയാണ്, 10 മിനിറ്റ് നേരത്തേക്ക് നിനക്ക് ഞാൻ ദൈവത്തിന്റെ പവർ തരികയാണ്. അമിതാഭ് ബച്ചൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ദൈവമാണ്? ഇവിടെ കണ്ടില്ല, മനുഷ്യരൊക്കെ ഭിക്ഷ യാചിക്കുന്നു, ഭൂമികളിൽ ഉണ്ടാവുന്നു, അതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എന്താ ശരി, 10 മിനിറ്റ് നേരത്തേക്ക് ഞാൻ നിനക്ക് ദൈവത്തിന്റെ പവർ തരികയാണ്. 10 മിനിറ്റ് നേരം ഒന്ന് ഭരിച്ചാൽ മതി ഈ ലോകത്തിന്. അങ്ങനെ ദൈവത്തിന്റെ പവർ കൊടുക്കുകയാണ് 10 മിനിറ്റ് നേരത്തേക്ക്. വേഗം ഈ ആക്ടർ, ഈ ക്യാരക്ടർ ചെവി പൊട്ടിപ്പിടിച്ചേക്കാണ് സൽമാൻ ഖാന്റെ. ഇതെന്താണ് കേൾക്കുന്നത്? ഈ മാതിരി പ്രാർത്ഥനകൾ. എല്ലാ പ്രാർത്ഥനയും കേട്ടു. ദൈവത്തിന്റെ പവർ കിട്ടിയിരിക്കുന്ന സൽമാൻ ഖാന്റെ ചെയ്തു, തഥാസ്തു, എല്ലാം മംഗളകരമായി നടക്കട്ടെ. എന്ത് പറ്റി? തിഹാർ ജയിലിൽ നിന്നും എല്ലാ ജയിലിൽ നിന്നും കൊലയാളികളൊക്കെ പുറത്തിറങ്ങി അനുഗ്രഹിച്ചതാണ് എല്ലാവരും. പ്രാർത്ഥന കേട്ടുന്ന്. താഴേക്കിടയിലുള്ള രാഷ്ട്ര നേതാക്കളായി അധോലോക രാജാക്കന്മാരൊക്കെ പല സ്ഥലത്തും ചെന്നിരിക്കുന്നു. വെട്ടി, തോക്ക്, ബാളം, കൊലപാതകം, ഇതെന്താണ് ഈ നടക്കുന്നത്? അപ്പൊ അമിതാഭ് ബച്ചൻ പറഞ്ഞു, 10 മിനിറ്റ് നേരത്തേക്ക് നിന്നെ ദൈവമാക്കിയപ്പോൾ നീ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു. അവിടെയാണ് നിനക്ക് പറ്റിയ അബദ്ധം. കേൾക്കേണ്ടവരുടെ കേട്ടില്ല, എല്ലാവരുടെയും കേട്ടു. തഥാസ്തു. എന്ത് പറ്റി? ലോകം നശിച്ചു. അതുകൊണ്ട് ഒന്ന് കേൾക്കേണ്ടി വരും. ഗുരുക്കന്മാർ അങ്ങനെയാണ്. എന്താണ് ഈ പറയുന്നത്? ആ ഒരു രീതിയിലും കൂടെ വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന പവറിന് നമ്മൾ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം. ആദ്യം എടുത്തു കളയേണ്ടത്, ഒരു മതസൗഹാർദ്ദം വരുമ്പോൾ ലോകം എപ്പോഴും നന്നാവും. പറഞ്ഞ കേട്ടോ, നിങ്ങൾക്ക് എവിടെയും കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടണം. ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കണം നമ്മൾ. നിങ്ങൾ ഇന്ന മതത്തിലാണ്, എനിക്ക് എവിടെയും ചെല്ലാം. യൂണിവേഴ്സിറ്റി ഓപ്പൺ, പ്രപഞ്ചം തുറന്നു കിടക്കുകയാണ്. നമ്മൾ ഏതിലാണോ നിൽക്കുന്നത് അതിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രപഞ്ച വീക്ഷണം ആവശ്യമാണ്. പക്ഷെ ഇന്ന് അതല്ല.
ഇന്ന് ആരാധനാലയങ്ങളിൽ മാങ്ങലേലവിളി, കമ്പറ്റിയും തമ്മിലടിയും ബഹളവും കൊലപാതകവും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നും അറിയില്ല. ഇത് അവിടെ കസേര അറിയില്ല, കാണാൻ പാടില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ 5 പേരെങ്ങനെ പ്രതിഷ്ഠിച്ചിരുന്നല്ല ചാനലുകാരുടെ അവരങ്ങോട്ട് പിന്നെ ചീത്തവിളി എഴുതിയിലുണ്ട. ഹിന്ദി ചാനലിലൊക്കെ ഉണ്ട്, എഴുതിയിലുണ്ടാണ് ആകെ ബഹള ഒച്ചപ്പാടൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിന് ഊന്നൽ നൽകേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് ഒരു അടിത്തട്ടാണ്, അതിന്റെ ഒരു മെയിൻ ക്രീമാണ് ഈ ഓണാഘോഷം കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. ഒരു ഒത്തുചേരലിനുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടുക. അപ്പൊ തേടേ നിങ്ങളെ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എക്കാലത്തും അത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതിന്റെ ഒരുപാട് ഹൈ ലെവലിലേക്കുള്ളതൊക്കെ അദ്ദേഹത്തിനനുസരിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരെയും തഴഞ്ഞിട്ടോ ഒന്നുമില്ല, എല്ലാവർക്കും അറിയാം. എന്റെ അടുത്തേക്ക് വരുന്ന ജഡ്ജി ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും കൂലി വേലക്കാരനായാലും ഞാൻ ഒരേ കണ്ണിൽ കൂടിയേ കാണാം. കാരണം ഈ സബ്ജക്ട് അങ്ങനത്തെയാണ്. ആർക്കും ഒന്നും മാറ്റി വെക്കേണ്ട കാര്യമല്ല. ഇവിടെ പദവിയോ നമ്മളുടെ സൗന്ദര്യമോ നമ്മുടെ അഹങ്കാരമോ ഒന്നും ഇവിടെ ബാധകമല്ല. ഇവിടെ എല്ലാം ഇട്ടിട്ട് ഒരു ഒഴിഞ്ഞ കപ്പായി മുന്നിലേക്ക് ചെല്ലുക. അതാണ് ഗുരുതത്വം എന്ന് പറയുന്നത്. അപ്പോഴേ അതിനെ എന്തെങ്കിലും ഒഴിക്കാൻ പറ്റുള്ളൂ. നിറഞ്ഞ കപ്പിലേക്ക് വീണ്ടും ചായ ഒഴിച്ചാൽ എന്ത് പറ്റും? അത് വീണ്ടും ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ഒന്നും അറിയില്ല, എല്ലാം ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ ഇതുവരെ പഠിച്ചതൊക്കെ നല്ലതാണ്. ഒരാളെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഒരു കുട്ടി നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരികയാണ്, എന്തെങ്കിലും നമുക്ക് പ്രയോജനമുള്ള അതിലുണ്ടാവും. എല്ലാം ഒന്നും വേസ്റ്റ് ആവില്ല. അപ്പൊ എന്തെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തന്നാൽ അവരനുസ്മരിക്കാം. മെഡിറ്റേഷനിൽ ഗുരുവിനെ പോലും ധ്യാനിക്കാൻ പാടില്ല. മെഡിറ്റേഷനിൽ ഗുരുവിനെ സ്മരിച്ചു വിട്ടു, പഠിപ്പിച്ചു തന്ന ഗുരുവിനെ നിങ്ങൾ ഓർത്തു. അത് കഴിഞ്ഞ് മെഡിറ്റേഷനിലേക്ക് ഒരു തരത്തിലുമുള്ള ദൈവങ്ങളോ ഒരു തരത്തിലുള്ള മന്ത്രങ്ങളോ ഒരു തരത്തിലുമുള്ള രൂപങ്ങളോ ഒന്നും കയറി വരാൻ പാടില്ല. മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന എല്ലാം കൊട്ടിയടക്കണം. അപ്പോഴാണ് യാഥാർത്ഥ്യം ഓപ്പൺ ആവണം. ഊർജ ലോകം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വിപിൻ ഞാൻ പറഞ്ഞ് മെഡിറ്റേഷൻ അവസാന തട്ടായിരിക്കും. ഞാൻ കീഴ്മേൽ മറിക്കുക. 5000 പേജുള്ള ഒരു ബുക്ക് ഞാൻ എഴുതുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് പേജാണ് നിനക്ക് ഞാൻ കീറി തരുന്നത്. അതിൻ്റെതായി ബുദ്ധിമുട്ടുണ്ടാവും. ജനങ്ങളെ കൺട്രോൾ ചെയ്തോളും. ഇതൊന്നും എന്റെ പണിയല്ല. ഹോട്ടലിൽ തപ്പിൽ പിടിക്കണം. വരും, പഠിപ്പിക്കും, പോകും, സംശയം തീർത്തു കൊടുക്കും. ഈ ഭൂമിയിലുള്ള എന്ത് സംശയം ചോദിച്ചാൽ എന്ത് സംശയം ഭൂമിയിലുള്ള ഈ കലാലയങ്ങളുടെ സംശയം ചോദിച്ചേക്കരുത്. ഏത് കുട്ടിക്ക് A+B² ഇങ്ങനെയുള്ളതൊക്കെ അധ്യാപകർ തീർക്കേണ്ട പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതീന്ദ്രിയമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയവും എവിടെ വച്ചാൽ ചോദിക്കാം. ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി തന്നിരിക്കും, ക്ലാരിറ്റിയും തന്നിരിക്കും, ആ സംശയം തീർത്ത് തന്നിരിക്കും. എന്നിട്ടും സംശയം മാറിയില്ല, എന്റെ അടുത്ത് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അനുഭവിച്ചു കൊടുക്കും. എല്ലാവർക്കും അറിയാലോ, കാലാകാലം അല്ല പിറന്നാണ്. പിന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ചോദിച്ചു, ഒരു തിരുമേനിയായിരുന്നു, ലോട്ടറി എങ്ങനെ അടുപ്പിക്കാം? ലോട്ടറി എങ്ങനെ അടുപ്പിക്കാന്ന് അറിയാൻ ആദ്യം കുറെ തത്വങ്ങൾ അറിയണം. ഈ ലോട്ടറി എങ്ങനെയാണ് ഇപ്പൊ ഓണം പേപ്പർ എല്ലാവരും എടുത്തു, ഇതെങ്ങനെ അടുപ്പിക്കാം? ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ പേപ്പർ പീസ് നിൽക്കുന്നത് എനർജിയിലാണ്. ആ എനർജി മാറ്റിയ പേപ്പർ പിന്നെ പേപ്പറായിട്ട് നിൽക്കില്ല. അപ്പൊ ഇത് എങ്ങനെ പേപ്പറായി മാറി? ആ ചെയിൻ ആയിട്ട് നമ്മൾ അറിയണം. ഇത് എവിടുന്ന് ഇങ്ങനെ വന്ന് ഒരു ലോട്ടറിയുടെ രൂപത്തിലായി, ഒരു മാറ്ററായി മാറിയിരിക്കുന്നു. ആ മാറ്ററിലേക്ക് കമാൻഡ് കൊടുത്തപ്പോൾ ഇത് ഡ്രോ ചെയ്യുന്ന മെഷീനെ വരെ ബാധിക്കുന്നു. ഗാംബ്ലർ ഗെയിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് എനർജി പ്രയോഗമൊക്കെ. അപ്പൊ അങ്ങനെ മാറ്റി മറിക്കുമ്പോൾ നമ്മൾ ആ തത്വം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരാൾ കൈ കാട്ടി മഴ നിൽക്കുന്നു. ഇതിന്റെ തത്വം എന്താണ്? ആദ്യം മഴയെ അറിയോ, മഴ എങ്ങനെ ക്രിയേറ്റ് ആയി, എങ്ങനെയാണ് മഴത്തുള്ളി താഴേക്ക് ചാടുന്നത്, കൈനറ്റിക് എനർജി എങ്ങനെ മാറ്റിമറിക്കാൻ ബോധതലം കൊണ്ട്. ഉപകരണമില്ല നമ്മുടെ കയ്യിൽ, മഴയൊന്നും നിർത്താൻ പറ്റിയ ഒരു ഉപകരണം ആരുടെ കയ്യിലില്ല, ഒരു രാജ്യത്തിന്റെ കയ്യിൽ. ഒരു ആറ്റത്തെ കാണിച്ചു കൊടുക്കാൻ പോലും ഉപകരണമില്ല. ഇപ്പൊ ഏറ്റവും സൂക്ഷ്മ ആറ്റമാണ്, അതിന് കാണിച്ചു കൊടുക്കാൻ പോലും ഒരു മൈക്രോസ്കോപ്പ് ഇല്ല. പിന്നെ എന്താ നമുക്ക് പറയാൻ പറ്റുക? അപ്പൊ അങ്ങനെയുള്ള 1000 കാര്യങ്ങളുണ്ട്. ആ ഒരു ട്രാക്കിൽ നിന്നാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. അപ്പോ 30 വർഷത്തെ സംഭവം ഒരു ദിവസത്തേക്ക് ആക്കി ഞാൻ വിപിൻ രാജിനോട് പറഞ്ഞു, 30 വർഷത്തെ ക്രീമാണ് ഒരു ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് തരുന്നത്, ജനങ്ങളെ നോക്കിക്കോളാം. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് നടന്ന സംഭവം, തമ്പാനൂർ ക്ലാസ് നടന്നു, വൻ ജനാവലി. പിന്നെയാണ് ട്രസ്റ്റ്, കമ്മിറ്റി, അടി, ബഹളം, കേസ്, ഒച്ചപ്പാട്. അത് ഇതിന്റെ ഒരു ഭാഗം എക്കാലത്തും. അത് ആരാധനാലയായാലും ക്ലാസ് ആയാലും എന്തിന് ഒരു മലയാളി സമാജത്തിന് പോലും കേസ് കൊടുത്തു എനിക്കെതിരാണ്. ചണ്ഡീഗഡ് മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 2-3 ക്ലബ്ബുകാരെ അവിടെ വന്ന് മത്സരം നടത്തി. ആരോ ഓഡിറ്റർ അവിടെ തിരുമറി നടത്തി. അവസാനം പ്രസിഡന്റിന്റെ തലയിൽ കേസിലാകണം, കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. അപ്പൊ ഈ ചെറിയൊരു സംഭവത്തിൽ പോലും അങ്ങനെ. അപ്പൊ ഇത് ഉള്ളതാണ് ഒരു ഭാഗത്ത്. അത് കുറെ ആൾക്കാരത് നെഗറ്റീവ് പറയാനും ഉണ്ടാവും. നെഗറ്റീവ് പറയാന്നുള്ള ചിലർക്ക് ഹോബിയായിരിക്കും. ഇപ്പൊ ഈ വീഡിയോ കിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു കൂട്ടം ജനം ഇരുന്നിട്ട് അവർ ഇരുത്തിയേക്കാണ്. ഈ ഇലുമിനാറ്റി വേൾഡാണ് എല്ലാം തന്നെ. അതായത് ഒരു കൺട്രോളിങ്ങിൽ കൊണ്ടുവന്നേക്കായി ലോകത്തെ മൊത്തം. വിശദമായിട്ട് അത് പറയാനുള്ള സബ്ജക്റ്റാ. ഈ ലോകം മുഴുവൻ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 5-6 പേർ ചേർന്ന്. അതാണ് AI ഒക്കെ പ്രസക്തി. പെലേഡിയൻസ്, AI, ഇലുമിനാറ്റി വേൾഡ്, സീക്രട്ട് ഗ്രൂപ്പുകളാണ് അതൊക്കെ. ഇവരൊക്കെ ഇത് ആരും അറിയില്ല ഇതെന്താ സംഭവിച്ചേക്കണേ. ആദ്യം നടത്തുന്നത്
മതവിദ്വേഷം, തമ്മിലടി, യുദ്ധം, വെറുപ്പ്, ഇത് പല രീതിയിലും ക്രിയേറ്റ് ചെയ്യും. ഇതിൽ പെടുന്ന ജനതയൊന്നും അറിയില്ല ഇത് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പേരെടുത്ത് പലരും പറയാൻ പറ്റില്ല, ഒക്കെ ആ ഡീലിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പോലും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത. അങ്ങനെ ഒരു വേൾഡാണ് ക്രിയേറ്റ് ആയേക്കണം. ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിരിക്കും ഏലിയൻസ് അല്ലെ, അന്യഗ്രഹ ജീവികളുടെ ഒരു ബഹളാണ് യൂട്യൂബ് മുഴുവൻ അല്ലെ, സോഷ്യൽ മീഡിയ. ഇത്രയും നാൾ അതൊന്നും ഉണ്ടായില്ല. അപ്പൊ അതിന്റെ സയൻസ് വിശദമായിട്ട് പറഞ്ഞിട്ട് ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ രീതിയിലായിരിക്കാം എന്ന് മനുഷ്യ മനസ്സിന്റെ ഊർജത്തെ ആരെങ്കിലും പിടിച്ചോ, അത് AI ആയിട്ടോ മറ്റുള്ള സാങ്കേതിക വിദ്യ ആയിട്ടോ ലോകം ഇളകി മറിയും. കാരണം ഒരു വ്യക്തി എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായാൽ പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യും. ആ വ്യക്തി നമ്മുടെ ഇഷ്ടത്തിന്റെ അനുസരിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ പതിയെ. അതായിട്ടുണ്ടെന്ന് പറയുന്നു. ചൈനയ്ക്ക് അതിന്റെ എക്സ്ട്രീം ലെവലിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തേടൈ പഠിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലും അത് കിടപ്പുണ്ട്. നിങ്ങളുടെ അന്തരാത്മാവിൽ അത് കിടപ്പുണ്ട്. തേടൈ ദീക്ഷ കിട്ടിയതും അതുകൊണ്ടുണ്ടായ ഗുണങ്ങളും. അത് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് ചതിക്കാൻ പറ്റൂല ഒരിക്കലും. ഒരാളോട് നുണ പറയാം, ഉള്ളിന്റെ ഉള്ളിൽ പറയും എന്തിനാടാ ഇതൊക്കെ നുണ പറയണം, എനിക്ക് ഇങ്ങനെ കിട്ടിയല്ലേ, ഉള്ളിന്റെ ഉള്ളിൽ അത് കിടക്കും. അത് ഒരിക്കലും പോവില്ല.